നമസ്കാരം, ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വലിയ തലവേദനയാണ് പേഴ്സണൽ ലോണുകളുടെ EMI. മറ്റുള്ള വായ്പകളേക്കാൾ ഉയർന്ന പലിശ നിരക്കുള്ള വ്യക്തിഗത വായ്പകളുടെ EMI വലിയ ബാധ്യതയാണ് തീർക്കുന്നത്. ഒരു വായ്പയുടെ EMI കണക്കാക്കുന്നതിന് പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വായ്പയെടുത്ത തുക, കാലാവധി, പലിശ നിരക്ക് പോലെയുള്ള നിരവധി ഘടകങ്ങളാണ് ഒരു വായ്പയുടെ EMIക്ക് അടിസ്ഥാനമാകുന്നത്. ഇവയിൽ ചിലത് ശ്രദ്ധിച്ചാൽ EMI ബാധ്യത കുറയ്ക്കാനാകും. അവ ഏതെല്ലാമെന്ന് നോക്കാം. ആവശ്യങ്ങൾക്കനുസൃതമായി ശരിയായ വിഭാഗത്തിലുള്ള വായ്പകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. വീട് വാങ്ങുന്നതിനും സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ നിരവധി ഹോം ലോണുകൾ ലഭ്യമാണ്. ഹോം ഇംപ്രൂവ്മെന്റ് ലോൺ, ഇന്റീരിയർ ലോണുകൾ തുടങ്ങി പുതിയ തരം ഭവന വായ്പകളും ടോപ്പ് അപ്പ് ലോണുകളും ഉപഭോക്താവിന്റെ ആവശ്യാർത്ഥം പരിഗണിക്കാറുണ്ട്. തിരിച്ചടവ് കാലാവധി കൂടുതലായതിനാലും പലിശ നിരക്ക് കുറവുള്ളതിനാലും ഇത്തരം ലോണുകൾക്ക് EMI ബാധ്യതയും താഴ്ന്നു നിൽക്കും. ഇനി വാഹനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണെങ്കിൽ പേഴ്സണൽ ലോണിന് പകരം വാഹന വായ്പ എടുത്താൽ ഉയർന്ന പലിശ ഒഴിവാക്കാം. വ്യക്തിഗത വായ്പകളേക്കാൾ തിരിച്ചടവുള്ള സമയം വാഹന വായ്പകൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനാൽ പ്രതിമാസ തിരിച്ചടവിനുള്ള തുകയും താഴ്ന്നു കിട്ടും. കൂടാതെ വാഹന നിർമ്മാതാക്കളുമായി ചേർന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ മിക്കപ്പോഴും ചെറിയ EMIയോ ഡിസ്കൗണ്ട് നിരക്കുകളോ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യാറുമുണ്ട്. സമാന വായ്പയിൽ കുറഞ്ഞ പ്രതിമാസ തിരിച്ചടവോ താഴ്ന്ന പലിശ നിരക്കോ വാഗ്ദാനം ചെയ്യുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിലവിലെ വായ്പയെ മാറ്റിയും EMI ബാധ്യത കുറയ്ക്കാൻ സാധിക്കും. സാഹചര്യം അനുവദിക്കുമെങ്കിൽ മുതൽ തുകയിലേക്ക് മുൻകൂട്ടിയുള്ള ഭാഗിക തിരിച്ചടവും EMI ബാധ്യത ലഘൂകരിക്കാൻ സഹായിക്കും. വായ്പയിൽ സഹ അപേക്ഷകനെ കൂടി ചേർക്കുന്നത് ഉയർന്ന വായ്പാ തുകയും മികച്ച തിരിച്ചടവ് വ്യവസ്ഥകളും ലഭിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് സഹായകമേകും. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.